PM ശ്രീ വിവാദത്തിൽ ജോൺ ബ്രിട്ടാസ് എംപിയെ പിന്തുണച്ച് CPIM-ഉം CPI-യും സംസ്ഥാന താൽപര്യമനുസരിച്ചാണ് കേന്ദ്രമന്ത്രിയുമായി ബ്രിട്ടാസ് ചർച്ചകൾ നടത്തിയത് എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രതികരിച്ചത്. കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നതിനായി താൻ തുടർച്ചയായി ഇടപെട്ടിട്ടുണ്ടെന്ന് ജോൺ ബ്രിട്ടാസ് പറഞ്ഞു. BJP അജണ്ട നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ പാലമായെന്ന് കോൺഗ്രസ് ആരോപണം ശക്തമാക്കുമ്പോൾ സംസ്ഥാനത്തിന് ആവശ്യമായി വന്നാൽ ഇനിയും ഇടപെടുമെന്നാണ് ജോൺ ബ്രിട്ടാസിന്റെ പ്രതികരണം. അതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ വേണ്ടി ഞാൻ എന്നും സന്നദ്ധരാണ്. ജോൺ ബ്രിട്ടാസിന് പൂർണ്ണ പിന്തുണയുമായി വി ശിവൻകുട്ടിയും രംഗത്ത് വന്നു. ഒരു രാജ്യസഭാ മെമ്പറായിട്ടുള്ള ജോൺ ബ്രിട്ടാസ് ഇടപെട്ടത് കേരളത്തെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇടപെട്ടത്. ബ്രിട്ടാസ് CPIM നിലപാട് മറന്ന് BJPയുടെ ഇടനിലക്കാരനാകില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും CPIM വിശദീകരിക്കട്ടെ എന്ന് CPI ജനറൽ സെക്രട്ടറി D രാജയും പ്രതികരിച്ചു. CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ ക്ഷണിക്കപ്പെടുന്ന അംഗമായ സഖാവ് ബ്രിട്ടാസ് BJP മന്ത്രിയുമായി പാലമാകാനോ ഇടനിലക്കാരനായോ പോകില്ല എന്നൊരു ഉറപ്പാണ്. Our stand remains same. We are committed in fighting against the NEP 2020. ജോൺ ബ്രിട്ടാസിനെ മുന്ന എന്ന് വിളിക്കണോ മുസാഫിർ എന്ന് വിളിക്കണോ എന്നായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ചോദ്യം. മുന്ന എന്ന് വിളിക്കണോ മുസാഫിർ എന്ന് വിളിക്കണോ എന്ന് മാത്രം. മുസാഫിർ ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കും. PM ശ്രീയിൽ CPIM ആകെ ആശയക്കുഴപ്പത്തിലാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.